പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമൻറ്റ് ഇടാൻ മേലെ മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാനല്ല എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. എൻ്റെ മോൻ ഋതപ്പന് ഞാനൊരു പലഹാരം മേടിച്ചോണ്ട് വന്നേ. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. എന്താന്ന് ചോദിച്ചാൽ ചമ്മന്തിപ്പൊടി. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേഷ്മ പി തങ്കച്ചൻ പപ്പയുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിനൊരു മൂർത്തി ഭാവമുണ്ടെങ്കിൽ അതിന് ഉത്തമ ഉദാഹരണമാണ് രേഷ്മ പി തങ്കച്ചൻ പപ്പെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പറയുന്ന വിവരക്കേടുകൾ ആർക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളല്ല. അതായത് ഈ ഓൺലൈനിൽ വന്നിട്ട് രേഷ്മ ചേച്ചി വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ എന്ത് വിവരക്കേട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കാൻ വേണ്ടി 4 ആൾക്കാരുണ്ടെങ്കിൽ രേഷ്മ ചേച്ചി പറയുന്നത് ജനക്കൂട്ടം മൊത്തം എൻ്റെ മുമ്പിലും പിൻപിലും ഉണ്ട്. എന്നെ കുറ്റം പറയാൻ വേണ്ടി 3-4 ആൾക്കാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 400 കണക്കിന് 4000 കണക്കിന് 4 ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ പിൻപിലുണ്ട്, എൻ്റെ മുൻപിലുണ്ടെന്നാണ് രേഷ്മ ചേച്ചി പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരെ ഒന്നും കാണാനില്ലേ? അതായത് സാധാരണ ഒരു റീൽസോ അതേപോലെ തന്നെ എന്തെങ്കിലും പോസ്റ്റോ സംഭവങ്ങളൊക്കെ രേഷ്മ ചേച്ചി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയും കൂടെ അടിച്ചു പോകുന്ന രീതിയിലുള്ള തെറിയാണ് ചേച്ചിയുടെ കമൻറ്റ് ബോക്സ് മൊത്തവും വന്ന് വീഴുന്നത്. ഇതെല്ലാം കണ്ടതിന് ശേഷവും എൻ്റെ ജനക്കൂട്ടം എന്ന് പറയാൻ വേണ്ടി രേഷ്മ ചേച്ചിക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വീണ്ടും രംഗത്ത് വന്നിട്ട് ചേച്ചി പറയുകയാണ്, അതായത് ആ കിച്ചു ചേട്ടനെ വീണ്ടും ആ കിച്ചു ചേട്ടനെ കുത്തിപ്പൊക്കി മാക്സിമം അപമാനിക്കാം എന്നതിൻ്റെ പരമാവധി അങ്ങ് അപമാനിക്കും. ഇത് തന്നെയാണ് രേഷ്മ ചേച്ചിയുടെ ലക്ഷ്യം. അതായത് കുറച്ച് നാൾ മുമ്പ് ആണെങ്കിൽ ആ ഋതപ്പനെ അങ്ങാണ്ട് വിളിച്ചോണ്ട് പോകാൻ വേണ്ടി അമ്മയെ ഒന്ന് വിളിച്ചെന്നും പറഞ്ഞ് രേഷ്മ ചേച്ചി വന്ന് കിടന്ന് ഓൺലൈൻ മീഡിയാസിനെ കൂട്ടി നിർത്തി എന്നെ വിളിച്ചായിരുന്നു, എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ അമ്മ എന്നെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ അമ്മ ഒന്ന് പോ ചേച്ചി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇട്ടൊരു വീഡിയോയിലാണെങ്കിൽ പോലും ആ ഋതപ്പനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളേ. അതായത് ചമ്മന്തിപ്പൊടി പലഹാരം വാങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലും ഷാർജ മാത്രമേ കുടിക്കത്തുള്ളൂ എന്നാ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടെ ഒക്കെ നമുക്ക് എന്ത് വായിച്ചെടുക്കാൻ പറ്റും? പൊങ്ങച്ചോടി എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റി പദമാണെന്നും പറഞ്ഞ് ചേച്ചി കൊണ്ട് നടക്കുന്നതൊന്നും സെലിബ്രിറ്റി പദമല്ല, അത് നെഗറ്റീവ് പദം. അതായത് നല്ലൊരു കണ്ടന്റ് ചെയ്ത് റീച്ച് വാങ്ങുന്നതും ഇതേ കൂട്ട് തന്നെ നെഗറ്റീവും വിവരക്കേടും വിളമ്പിയിട്ട് റീച്ച് വാങ്ങുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതേ കൂട്ട് തന്നെ മറ്റൊരു സംഭവമാണ് ചേച്ചി തുടങ്ങിയ സബ്സ്ക്രിപ്ഷനെ കുറ്റം പറഞ്ഞവരെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആദ്യം തന്നെ കിച്ചു ചേട്ടനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരം നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുത്തി കമൻറ്റ് ഇട്ടേക്കുന്നത്. എന്താ വെച്ച് കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകന്? കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനാണ് സംഭവമൊക്കെ ശരിയാ. അപ്പോൾ കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനാകുമ്പോൾ ചേച്ചിയുടെ ആരായിട്ട് വരും? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൊല്ലം സുധിച്ചേട്ടൻ പണ്ടൊക്കെ ചേട്ടാ എന്ന് മാത്രം മുഴുവൻ വിളിക്കാത്ത രേഷ്മ ചേച്ചി പിന്നെ സുധിച്ചേട്ടനിലൊക്കെ ആയിരുന്നു ഈ ഒരു പേരിൻ്റെ മാറ്റം നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പം നിലനിൽക്കുന്നത് കൊല്ലം സുധിച്ചേട്ടൻ. അതായത് അത്രയും ഡിഫറൻസ്, അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ് കൊല്ലം സുധിച്ചേട്ടൻ. അതായത് സാധാരണ ആൾക്കാർ പുള്ളിക്കാരനെ അറിയാവുന്നവരാണ് കൊല്ലം സുധിച്ചേട്ടൻ, കൊല്ലം സുധി എന്ന് വിളിക്കുന്നത്. ചേച്ചിയൊക്കെ ചേട്ടാ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടാന്ന് വരെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, അതായത് ദിയ കൃഷ്ണയുടെ ഒരു വിഷയത്തിൽ നടന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അമ്മായിയമ്മ അമ്മയിൽ നിന്ന് ആൻറ്റിയിലേക്ക്, ആൻറ്റിയിൽ നിന്ന് വഴിപോക്കിലേക്ക്, ഇത് കൂട്ട് തന്നെ ചേട്ടനിൽ നിന്ന് സുധിച്ചേട്ടനിലേക്ക്, സുധിച്ചേട്ടനിൽ നിന്ന് കൊല്ലം സുധിച്ചേട്ടനിലേക്ക്. അതേ കൂട്ട് തന്നെ കിച്ചു ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോനെ കുട്ട എന്ന് വിളിച്ചുകൊണ്ട് നടന്ന രേഷ്മ ചേച്ചി ഇപ്പോൾ പറയുന്നത് കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ. എന്തൊരു വ്യത്യാസം രേഷ്മ ചേച്ചി അവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇത് പിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ? കണ്ട ഈ ഒരു ഇതാണ് യഥാർത്ഥ ഡിസ്റ്റൻസ്. ആ വീട്ടിൽ എങ്ങനെയാണോ ചേച്ചി ആ കിച്ചു ചേട്ടൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് അതേ ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന് അറിഞ്ഞു. ഇവിടെ റീൽസ് കറക്റ്റ് പതിഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് ചേച്ചിയുടെ തനി കുണം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ഇടുന്നതെന്ന് പറയുമ്പോൾ ചേച്ചി തക്കത്തിന് വന്ന് നിറം മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വീഡിയോ പറയുന്ന കാര്യം തന്നെ. അതായത് ഡബിൾ സ്റ്റാൻഡ് ക്യൂനല്ലേ നമ്മുടെ രേഷ്മ ചേച്ചി ക്യൂന്. എന്തായാലും ബാക്കിയും കൂടെ പറ. അടിയിൽ വന്ന് ഒരുത്തി കമൻറ്റ് ഇട്ടേക്കുന്ന മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. അയ്യോ ചേച്ചി, അത് കമൻറ്റിങ് മാത്രമല്ല ചേച്ചി, റിയാക്ഷൻ ചാനൽസ് ആയാലും ഇതേവിട്ടുള്ള എല്ലാവരും ഒരേ ശബ്ദത്തോടെ പറയുന്ന ഒരു കാര്യമാണ് രേഷ്മ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഋതപ്പനെ ഒന്ന് രക്ഷിച്ചെടുക്കൂ കിച്ചു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയുടെ കൂടെ ആ കൊച്ചിന് നിൽക്കാൻ താല്പര്യമെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് സോ ഹാപ്പി. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചി ഈ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടൊക്കെ ലാസ്റ്റ് അഫക്റ്റ് ആവുന്നത് ആ കൊച്ചിനായിരിക്കും. അങ്ങനെ നിങ്ങൾ നോക്കിയിരുന്ന് കണ്ടോ? അതായത് ഈ ചേച്ചി ഇതേവിട്ടുള്ള വിവരക്കേടും കോപ്രാങ്ങളും കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് ഇരയായിട്ടുള്ള ഒരാളാണ് കിച്ചു ചേട്ടൻ. കിച്ചു ചേട്ടൻ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി ചേച്ചിയെക്കുറിച്ച് വന്ന് തുറന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇതൊക്കെ ഒരേ കൂട്ട് ബാധിക്കാൻ പോകുന്നത് ആ കൊച്ചിനെ. സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുറച്ചും കൂടെ വളരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ എടുക്കുമ്പോൾ മൊത്തം രേഷ്മ ചേച്ചിയുടെ ഇതേപോലുള്ള വിവരക്കേട് കണക്ക് പറയുക. ഇനി തുടർന്നാണ് ചേച്ചി കണക്ക് പറയുന്നത്. അതിലോട്ട് നമുക്ക് വരാൻ എന്തായാലും അതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻറ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിന് ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കുക. പിന്നെ എങ്ങനെ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമൻറ്റ് ഇടാൻ മേലെ മോനെ
നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ. അയ്യോ അത് മാത്രം ചേച്ചി പറയില്ല. കിച്ചു ചേട്ടൻ ആ കൊച്ചിനെ നോക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തേ ഇല്ല. ചേച്ചി പറയുന്നത് കേട്ടോ. അവൻ്റെ അടുത്ത് പറ, ആ കിച്ചു ചേട്ടൻ്റെ അടുത്ത് പറ, വരുന്ന സാലറിയിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്ത് കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പറയാഞ്ഞ എന്താന്ന്. ആ കിച്ചു ചേട്ടനാണെങ്കിൽ ആ വീട്ടിൽ വന്നൊരു സമയത്തായ പോലും ആ കൊച്ചിനെ നോക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള. പുറത്ത് കൊണ്ടുവന്ന് കൊച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു, റൈഡിൽ കയറ്റുന്നു, സിനിമയ്ക്ക് കൊണ്ടുവന്നു, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ആ കൊച്ചിനെ നോക്കുന്നില്ലെന്ന് ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ന്. സ്വന്തം കൊച്ചിന് ചേച്ചിയാണ് ബാഗ് മേടിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്വന്തം കൊച്ചിന് വല്ലവരും അല്ല ബാഗ് മേടിച്ചു കൊടുക്കണ്ടേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. കൊച്ചിൻ്റെ മാത്രമല്ല ചേച്ചിക്കും കുറേ സഹായങ്ങളും സംഭവങ്ങളും ഒക്കെ ആൾക്കാർ ചോര നീരാക്കി കഷ്ടപ്പെട്ട് ചെയ്ത് തന്നിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതെല്ലാം കൂടെ കഴിച്ചതിന് ശേഷം അഹങ്കാരം കാണിച്ച് രേഷ്മ ചേച്ചി അവരെ നേരെ തിരിഞ്ഞു കുത്തിയ സമയത്താണ് ആൾക്കാരൊക്കെ ചേച്ചിക്ക് എതിരായിട്ട് തിരിഞ്ഞ് ഇനിയും അവർ ചേച്ചിക്ക് സഹായം ചെയ്യണം എന്നാണ് ചേച്ചി പറയുന്നത്. 24/7 നാഴികയ്ക്ക് 40 വട്ടവും വന്ന് കിടന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ കിച്ചുവിന് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ ഋതപ്പിന് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ ജീവിതം അവർക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന രേഷ്മ ചേച്ചി ഇപ്പോൾ വന്ന് പറയുന്ന വല്ലവരും വന്ന് സഹായിക്കാൻ വേണ്ടി. ഇനിയെങ്കിലും ഈ ഒരു അടവന്ന് ചേച്ചി നിർത്തി കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം കേട്ടോ. മക്കൾക്ക് വേണ്ടി ജീവിക്കുക, മക്കൾക്ക് വേണ്ടിയാണ് ഇതോട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്, മക്കൾക്ക് വേണ്ടിയാണ് ഇതോട്ട് വിവരക്കേട് വിളമ്പുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് പ്രൊമോഷൻ ഇനാഗ്രേഷന് പോകുന്നത്, സ്വർണം കടത്തുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം കൂടെ വന്ന് മക്കളുടെ തലയിലോട്ട് അടിച്ചു കൊടുത്തിട്ട് ചേച്ചി പറയുകയാണ്, ആ മോനെ നിങ്ങൾ വല്ലതും വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ മൂത്ത ചേട്ടൻ്റെ അടുത്ത് പറ, ചേട്ടൻ്റെ അടുത്ത് ബാഗ് മേടിച്ചു കൊടുക്കാൻ പറ, ഞാനല്ലേ ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുന്നതെന്ന്. എന്തൊക്കെയാണ് പറയുന്നത്? അതൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പം ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. ചേച്ചിയെ സ്വഭാവം മനസ്സിലാക്കിയ നാട്ടുകാരൊക്കെ ഇനി ചേച്ചി സഹായിക്കുകയും ചെയ്യാം. ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയ കൂടെ 24/7 കണ്ടോണ്ടിരിക്കുകയല്ലേ ചേച്ചി കാണിക്കുന്ന വിവരക്കേട്, സഹായിച്ചവരെ തിരിഞ്ഞു കൊത്തുന്നൊരു സ്വഭാവം. ആരും ഇനി സഹായിക്കാൻ വേണ്ടി മുമ്പിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചേച്ചി സഹായിച്ചവരെ തിരിഞ്ഞു കൊത്തിയിട്ടുള്ള വിധമൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. രശ്മി ചേച്ചി എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ലേ. എന്തായാലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. രശ്മി ചേച്ചിയുടെ വിവരക്കേട് തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും പുതിയൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വേറെ ആൾക്കാർ വീഡിയോ അതല്ല, വീഡിയോ വേറെ ആൾക്കാരെടുത്ത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ വേറെ ആൾക്കാരെടുത്ത് ഇടുന്നതിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പോകുന്നത് നല്ല കാര്യമാണെന്നാ പറയുന്നത്. അതൊരു പോയിന്റാണ്. അത് ചേച്ചി ആദ്യമായിട്ടാണ് ഇങ്ങനെ കാര്യമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളൂ. അതായത് രേഷ്മ ചേച്ചിയെ കുറ്റം പറയാൻ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഈ കുറ്റം പറയുന്നവയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നും ചേച്ചിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകണം എന്നും പറഞ്ഞ് ചേച്ചി നല്ലത് കാണിച്ചാലും അതിനെ കുറ്റം പറയണം എന്നല്ല നമ്മൾ പറയുന്നത്. നല്ലത് കാണിക്കാത്തടത്തോളം കാലം ചേച്ചിയെ കുറ്റം പറയേണ്ട സ്ഥലങ്ങളിൽ കുറ്റം പറയുക തന്നെ വേണം. പക്ഷേ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ചേച്ചി തുടങ്ങി സബ്സ്ക്രിപ്ഷനെ വന്നു കിടന്ന് വിമർശിക്കുകയും ചെയ്തതിന് ശേഷം ഓരോരുത്തർ സബ്സ്ക്രിപ്ഷന് സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. ആദ്യം വന്ന് കിടന്ന് ഇങ്ങനെ ഇവർ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ, ഇവർ കാണിക്കുന്നത് തെറ്റാണ് കേട്ടോ. ആ കുട്ടികൾക്ക് കൊടുക്കുന്ന നെഗറ്റീവ് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് സൂക്ഷിച്ചും കണ്ടുവൊക്കെ നടക്കാവൂ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം മഞ്ജു പത്രസ് പുള്ളിക്കാരി ഇപ്പോൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഒരു നിലപാടി ഉറച്ചു നിൽക്കാത്ത എല്ലാവരെയും എന്തോ പറഞ്ഞു നോക്കും. ഇവരും തമ്മിൽ ഇപ്പോൾ എന്തോ ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മളായാൽ പോലും അന്നേരം സപ്പോർട്ട് ചെയ്ത് ഇതേ കൂട്ടും വേണം വുമൻസിലേക്ക് പറ്റിയൊരു മെസ്സേജാണെന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ എവിടെ കിടക്കുന്നു? ഇതൊക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. എന്തായാലും ഇത് മാത്രമൊന്നുമല്ല, ഇനിയും വിവരക്കേടുകൾ രേഷ്മ ചേച്ചി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കിച്ചു ആണത്? അതല്ല, ഞാൻ എന്താ കാർ കണ്ടപ്പോഴേ കിച്ചുവാണ്. ചേട്ടൻ്റെ ചേച്ചി ഭയങ്കര ഒഫീഷ്യലായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് കിച്ചുവിന്റെ കാര്യം എന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? കിച്ചു എൻ്റെ കൂടെ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് കിച്ചുവിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? എൻ്റെ കാര്യം മാത്രം എൻ്റെ അടുത്ത് ചോദിക്കൂ. കിച്ചുവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടം ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് രേഷ്മ ചേച്ചി അടുത്ത് മക്കളുടെ കാര്യം ചോദിക്കരുത്. രേഷ്മ ചേച്ചിയുടെ കാര്യം വല്ലതും അറിയണമെങ്കിൽ മാത്രം നിങ്ങൾ രേഷ്മ ചേച്ചി അടുത്ത് ചോദിക്കുക. എന്തൊരവസ്ഥയാണ്! മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളെടുത്ത് ഇനി വന്ന് ചോദിക്കാൻ പറ്റും മക്കളുടെ കാര്യങ്ങൾ. കിച്ചുവിന്റെ കാറാണോ കിച്ചുവിന്റെ കൂടാന്നോ വന്നതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി അതിന് ഉത്തരം കൊടുക്കുകയാണ്, കിച്ചു എൻ്റെ കൂടെ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ കിച്ചുവിന്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? പിന്നെ എല്ലായിടത്തും പോയി ചോദിക്കാൻ പറ്റും. ചേച്ചിയുടെ മോൻ്റെ കാര്യം ചേച്ചിയുടെ തല്ലി ചോദിക്കണ്ടേ? പിന്നെ കാറിന്റെ കാര്യം ചേച്ചിയുടെ കാറല്ല, കിച്ചുവിന്റെ വേറെ കാറാണ്, ഇത് എൻ്റെ സ്വന്തം കാറാണ്. ഇനിയിപ്പോൾ XUV 700 കൂടെ എടുത്തിട്ട് ചേച്ചി ഇനിയിപ്പോൾ മേളിൽ ഇരുന്നായിരിക്കും പോകുന്നത്. എന്തൊക്കെയാണോ എന്ത് പ്രവർത്തനം കാണിക്കാൻ വേണ്ടി ചേച്ചി ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കും. എന്തായാലും സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഭയങ്കര കഠിനം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരുടെ കാര്യം ഒന്നുമല്ല ഞാൻ ആലോചിക്കുന്നത്. രേഷ്മ ചേച്ചി ഇനി നന്നാവുന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇതേ കൂട്ട് തന്നെ വിവരക്കേട് തുടർന്ന് അതേ വിവരക്കേടിൽ നിന്ന് നെഗറ്റീവ് റീച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ട് റീച്ചിൽ നിലനിൽക്കാനാണ് രേഷ്മ ചേച്ചി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കേണ്ട ആ പാവം കൊച്ചിൻ്റെ ഒരു അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ആ കൊച്ചിന് വളർന്നു വരുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കുറേ അമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ സ്വന്തം മകനെ പോലെ കണ്ടിട്ട്, അതായത് കുറച്ച് ദിവസം കൊണ്ട് നമ്മളിടുന്ന വീഡിയോയ്ക്ക് എല്ലാവരും ഇതായിട്ടുള്ള അമ്മമാർ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. അതിനകത്ത് കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കമൻറ്റ് എന്ന് പറയുമ്പോൾ ആ കൊച്ചിനെ കുറിച്ച് ഉള്ളത് തന്നെ. എന്തായാലും നിങ്ങളുടെ മോനെ പോലെ കണ്ടിട്ട് ഈ ഒരു കമൻറ്റ്, അതായത് ഇവർക്കെതിരെയുള്ള ഒരു അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും എല്ലാ കമൻറ്റും നമ്മൾ
വായിക്കുന്നതായിരിക്കും, എല്ലാ കമൻറ്റിനും റിപ്ലൈയും കൊടുക്കുന്നതായിരിക്കും. എന്തായാലും സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, കാരണം എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ, അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തൊക്കെ, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും അവിടെ വെച്ചൊക്കെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ടാണ് ഇനി ഇതായിട്ടുള്ള വിവരമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കണ്ടന്റ് ആയിട്ടാണ്. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ടെ കുറച്ച് റൈറ്റിലോട്ടെ ഞാൻ സ്ട്രേറ്റ് പോകാൻ വേണ്ടി നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.